खुदा है ये इस दीवाने की मौत भी ना जिसे रोक पाएगी। ഹലോ ആർമീസ്, എല്ലാവർക്കും സുഖമല്ലേ? എനിക്കും സുഖമാണ്. സ്ലോ പോയ്സൻ്റെ കഴിഞ്ഞ എപ്പിസോഡ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. പിന്നെ എൻ്റെ പല്ലിൻ്റെ പ്രശ്നം ഞാൻ അടുത്തൊന്നും കളഞ്ഞില്ല, പക്ഷേ എന്നിരുന്നാലും എനിക്കിപ്പോൾ നല്ല കുറവുണ്ട്, ഇപ്പോൾ ഓക്കെയാണ്. അപ്പോൾ നമുക്ക് ആ ഒരു സന്തോഷത്തോടു കൂടി തന്നെ നെക്സ്റ്റ് എപ്പിസോഡിലോട്ട് പോകാം. എന്താ? എനിക്ക് ചേച്ചിയോട് സംസാരിക്കണം. എനിക്കിപ്പോൾ ആരോടും സംസാരിക്കണ്ട. ചേച്ചി പ്ലീസ്, ഐ നീഡ് യുവർ ഹെൽപ്പ്. അവൾ കുറച്ചു നേരം എന്തോ ആലോചിച്ച് നിന്നിട്ട് ഡോർ തുറന്നിട്ട് കൊണ്ട് അകത്തേക്ക് നടന്നു. അപർണയും അകത്തേക്ക് നടന്നു. എന്താ ഇപ്പോൾ ചേച്ചിയെ തേടി വരാനുള്ള കാരണം? എന്താ നീ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? ചേച്ചി, ഇപ്പോൾ ഞാൻ പറയുന്നത് മനസ്സിലാക്കുന്ന ഒരേ ഒരു വ്യക്തി അത് ചേച്ചി മാത്രമാണെന്ന് എനിക്ക് തോന്നി. കാരണം ഞാനിപ്പോൾ പറയുന്നത് കേൾക്കാൻ വേറെ ആരുമില്ല, സഹായിക്കാൻ ആരുമില്ല. ആരുമില്ലേ? മിസ്റ്റർ ആദിശേഷ് ജീവനോടെ ഇല്ലേ? ഞാൻ പപ്പയോട്ട് വഴക്കിട്ടിട്ടാണ് വന്നത്. പപ്പ എൻ്റെ ആഗ്രഹങ്ങൾ കൺസിഡർ ചെയ്യുന്നില്ല, എൻ്റെ ഇഷ്ടങ്ങളെ വകവയ്ക്കുന്നില്ല. എല്ലാം പപ്പ പറയുന്നത് മാത്രം അനുസരിക്കണം. പപ്പ പറയുന്നതിന് അപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ പോകരുത്. എനിക്ക് വയ്യ ഇങ്ങനെ ജീവിക്കാൻ. ചേച്ചി എന്നൊന്നും പറയാത്തത്? ഞാനെന്താ പറയേണ്ടത്? ഇത്ര നാളെ ഇങ്ങനെ ഒരു ചേച്ചി ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും അന്വേഷിക്കാത്ത അനുജത്തി ഇപ്പൊ അവൾക്കൊരു ചെറിയ പ്രശ്നം വന്നപ്പോൾ എന്നെ തേടി വന്നതിന് ഞാനെന്താ പറയേണ്ടത്? പക്ഷെ നിന്റെ അവസ്ഥയെ ഞാൻ കുറച്ച് കാണുന്നില്ല. എന്നാൽ ഇതുപോലെയല്ല, ഇതിനേക്കാൾ വേൾഡ് സിറ്റുവേഷനിലൂടെ ഞാനും കടന്നു പോയിട്ടുണ്ട്. അന്ന് നിന്നെപ്പോലും ഞാനും ആഗ്രഹിച്ചിട്ടുണ്ട് ആരോടെങ്കിലും എൻ്റെ വിഷമം ഒന്ന് പറയാൻ കഴിഞ്ഞിരുന്നെങ്കിലെന്ന്, ആരെങ്കിലും വന്നൊന്ന് ആശ്വസിപ്പിച്ചിരുന്നെങ്കിലെന്ന്. പക്ഷെ അന്ന് എനിക്ക് കൂട്ട് ഏകാന്തതയും ഇരുട്ടും മാത്രമായിരുന്നു. ഓക്കെ, ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നീ എന്ത് ഹെൽപ്പാണ് എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? എന്താ നിന്റെ പ്രശ്നം? എന്തിനാ നീ പപ്പയുമായി വഴക്കിട്ടത്? അവൾ നടന്ന കാര്യം മിത്രയോട് പറഞ്ഞു. സീരിയസ്ലി എനിക്ക് ബിസിനസ്സിൽ താല്പര്യമില്ല ചേച്ചി. എൻ്റെ കരിയറെങ്കിലും എൻ്റെ ഇഷ്ടത്തിന് ചൂസ് ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇത്ര നാളും പപ്പ പറയുന്നത് മാത്രമേ ഞാൻ അനുസരിച്ചിട്ടുള്ളൂ. ചേച്ചിക്കറിയോ, ചില നേരങ്ങളിൽ എനിക്ക് നിന്നോട് അസൂയ തോന്നാറുണ്ട്. കാരണം നിനക്ക് നിൻ്റെ ഇഷ്ടത്തിന് ജീവിക്കാം. പപ്പയുടെ ശല്യമില്ല, പപ്പയുടെ ഇമോഷണൽ ബ്ലാക്ക് മെയിലിങ്ങും ഇല്ല, പ്രതീക്ഷാഭാരവും ഇല്ല. പക്ഷെ എനിക്ക് ഓരോ നിമിഷം പപ്പയുടെ പ്രതീക്ഷക്കത്തേ ജീവിക്കാൻ കഴിയും. പണ്ടൊക്കെ എന്നെ മുന്നിലിരുത്തി നിന്നെ കുറ്റം പറയുമ്പോൾ, എന്നെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ എന്തോ അത് വലിയ സംഭവമാണെന്നാണ് കരുതിയിരുന്നത്. വീണ്ടും വീണ്ടും പപ്പയെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് തോന്നിക്കൊണ്ടിരുന്നു. പക്ഷെ പിന്നീട് പപ്പയെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി മാത്രം എല്ലാം ചെയ്യുന്നത് പോലെയായി. പിന്നെ പപ്പയെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി എന്നതിൽ നിന്ന് ചുരുങ്ങി പപ്പയ്ക്ക് വേണ്ടി എന്നായി. ഞാനും പപ്പയെ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതി എൻ്റെ ഇഷ്ടങ്ങളെല്ലാം ഉപേക്ഷിക്കാൻ തുടങ്ങി. ഇഷ്ടമുള്ള ഡ്രസ്സ്, ഇഷ്ടമുള്ള ഫ്രണ്ട്സ്, ഇഷ്ടമുള്ള സ്കൂൾ, ഇഷ്ടമുള്ള കോളേജ്, എല്ലാം പപ്പയുടെ ഇഷ്ടത്തിന് സെലക്ട് ചെയ്തിട്ടുള്ളൂ. ഇനി പപ്പയുടെ ഇഷ്ടത്തിന് ജോബ്, കരിയർ, പാർട്ട്ണർ എന്നൊക്കെയായാൽ എനിക്കത് പറ്റില്ല. എനിക്കായിട്ടുള്ള എന്തെങ്കിലും വേണ്ടേ?
എനിക്കറിയാം, ഞാൻ ഇനിയെങ്കിലും മുറുകെ പിടിച്ചില്ലെങ്കിൽ ഇനി എൻ്റെ ലൈഫ് പാർട്ട്ണറെ പപ്പ തന്നെ സെലക്ട് ചെയ്യും. എന്നിട്ട് ചേച്ചിയെ ഫോഴ്സ് ചെയ്യുന്ന പോലെ എന്നെയും ഫോഴ്സ് ചെയ്യും. അക്കാര്യത്തിൽ ഇത്തരം ധൈര്യശാലിയെ ചേച്ചിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. അപ്പൊ എൻ്റെ അവസ്ഥ പറയണോ? നിന്റെ മമ്മി എന്ത് പറയുന്നു? അവർ സപ്പോർട്ട് ചെയ്യില്ലേ? ചെയ്യും. പേരിന് മമ്മയ്ക്ക് പപ്പ എന്ന ഭ്രാന്താണ്. പപ്പ പറയുന്നത് ആരും ഇവിടെ മാറരുത്. പപ്പ പറയുന്നത് അങ്ങനെ അനുസരിക്കണമെന്ന് ആദ്യം എന്നെ പഠിപ്പിച്ചത് മമ്മിയാണ്. മമ്മി പപ്പ പറയുന്നതിന് അപ്പുറത്തൊക്കെ ഇപ്പുറത്തൊക്കെ ചലിക്കില്ല. അതുപോലെ ഞാനും ഇരിക്കണം. പപ്പ ഇന്ന് രാത്രി ശ്രീദേവി ഉറങ്ങരുതെന്ന് പറഞ്ഞാൽ മമ്മി ഉറങ്ങില്ല. അത്ര പൊട്ടിയാ. അതുകൊണ്ടല്ലേ സ്വന്തം വീട്ടിൽ പോലും ഒരു തവണ പോലും പോകാതെ ഇങ്ങനെ പപ്പയുടെ നിഴല് പോലെ നടക്കുന്നേ. അതെന്താ സ്വന്തം വീട്ടിൽ പോകാത്തത്? പിണക്കാണോ? അല്ല, പപ്പയാ അവിടെ പോകണ്ടെന്ന് വിലക്കിയത്. എന്തിനാ വിലക്കിയത് അറിയില്ല. പക്ഷേ മമ്മി സ്വന്തം വീട്ടിൽ പോയിട്ട് തന്നെ വർഷങ്ങളാകുന്നു. ഭർത്താവിന് വേണ്ടി ആരെങ്കിലും സ്വന്തം മമ്മിയും പപ്പയും വേണ്ടെന്ന് വയ്ക്കോ? എനിക്കറിയാം. മിസ്റ്റർ ആദിശേഷിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നിന്റെ മമ്മി അങ്ങനെ ചെയ്യുന്നത്. അത് ടു പ്രൊട്ടക്റ്റ് ഹിസ് ഇമേജ്. കാരണം നിന്റെ മമ്മിയുടെ വീട്ടിൽ പോയാൽ ചോദ്യങ്ങളുണ്ടാകും. എന്ത് ചോദ്യം? നിന്റെ പിതൃത്വത്തെ സംബന്ധിച്ച്. ആദിശേഷൻ നിന്നെ എപ്പോഴും വളർത്തുമകളായിട്ടല്ലേ കണ്ടുള്ളത്. അങ്ങനെയെങ്കിൽ നിന്റെ അച്ഛനാരാണ്? ഞാൻ പറയുന്നുണ്ടെന്ന് വിചാരിക്കരുത്. ഈ ചോദ്യങ്ങളെ ഭയന്നിട്ടാണ് നിന്റെ മമ്മി അവിടേക്ക് പോകാത്തത്. അതും പപ്പയുടെ ഇമേജും തമ്മിൽ എന്താ ബന്ധം? ഉണ്ടല്ലോ. എൻ്റെ മമ്മ മരിച്ച 6-ാം മാസമാണ് നിന്നെയും നിന്റെ മമ്മയും കൊണ്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നത്. അന്ന് നിനക്ക് 3 വയസ്സാണ്. അന്ന് മുതൽ നിന്നൊരു വളർത്തുമകളായിട്ടാണ് ആദിശേഷ് വളർത്തുന്നത്. എല്ലാവരുടെ മുന്നിൽ ഒരു മകളുള്ള സ്ത്രീയെ വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞ് ത്യാഗിയായി. പക്ഷെ ആർക്കും അറിയില്ല ആദിശേഷാണ് നിന്റെ പപ്പയെന്ന്. അങ്ങനെ അറിഞ്ഞാൽ ഭാര്യ മരിച്ച് 6 മാസമായ ആൾക്ക് എങ്ങനെയാ 3 വയസ്സുള്ള കുഞ്ഞുണ്ടായെന്ന് ചോദ്യം വരും. ആ ചോദ്യം എൻ്റെ മമ്മയുടെ മരണത്തിൽ വന്ന് നിൽക്കും. എൻ്റെ മമ്മയ്ക്ക് അപ്പോഴേ അറിയായിരുന്നു ആദിശേഷൻ എൻ്റെ മമ്മിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. അതുകൊണ്ട് തന്നെയാണ് മമ്മ അത് ചോദ്യം ചെയ്തിരുന്നത്. പക്ഷെ അവസാനം എല്ലാവരും എൻ്റെ മമ്മയെ ഭ്രാന്തിയാക്കി. ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നിന്റെ മമ്മിയും ആ വീട്ടിലേക്ക് വന്നത്. ഐ എം സോറി ചേച്ചി. എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയില്ല. ചേച്ചി എത്രത്തോളം ആ വീട്ടിൽ വിഷമിച്ചു എന്നും എനിക്കിപ്പോൾ മനസ്സിലാകുന്നുണ്ട്. ചേച്ചിക്ക് വേണ്ടി എനിക്കിനി എന്ത് ചെയ്യാൻ കഴിയും? നീ എന്തെങ്കിലും ഇനി ചെയ്യണമെന്ന് കരുതിയാൽ പോലും അതിലെനിക്കൊരു പ്രയോജനം ഉണ്ടാകില്ല. പക്ഷേ നീ ചെയ്യുന്ന മറ്റൊരു കാര്യം കൊണ്ട് നിനക്ക് പ്രയോജനമുണ്ട്. എന്താ? നിന്റെ ഐഡന്റിറ്റി നിനക്ക് കിട്ടും. ആദിശേഷൻ്റെ ആ വളർത്തു മകളിൽ നിന്ന് സ്വന്തം മകളെന്നുള്ള ഐഡന്റിറ്റി. ഞാനതിനെന്താ ചെയ്യേണ്ടത്? സിമ്പിൾ. മമ്മിയോട് ചോദിക്കും, ഹൂ ഈസ് യുവർ ഫാദർ? ഇതിനു മുമ്പ് പലതവണ ചോദിച്ചിരിക്കണം, പക്ഷെ ഉത്തരം കിട്ടിയിരിക്കില്ല. എന്നാൽ ഇനി നീ ഉത്തരം കിട്ടുന്നതുവരെ ചോദിക്കണം. നിന്നെ അവരുടെ ഇഷ്ടത്തിന് നിയന്ത്രിക്കാനും മാത്രമുള്ള ഡമ്പല്ല എന്ന് തെളിയിക്കും. അതിന് പിന്നാലെ എന്ത് പ്രശ്നം വന്നാലും ഞാൻ നിന്റെ കൂടെയുണ്ട്. ഞാൻ നിന്റെ പിറകിലുണ്ടെന്ന് അറിഞ്ഞാൽ തന്നെ ആദിശേഷി വേർക്കും. അതുകൊണ്ട് നീ ധൈര്യമായിട്ട് ചോദ്യങ്ങൾ ഉയർത്തിക്കൂ. ഉത്തരം തരുവോ ഇല്ലെന്ന് നോക്കാമല്ലോ. എന്താ ഡോക്ടർ ഇവിടെ വരാൻ പറഞ്ഞത്? കാരണം എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എന്താ ഡോക്ടർ? നീ ഇന്നലെ മിത്രയുടെ ഫ്ലാറ്റിൽ പോയിരുന്നോ? അതെ. എന്തിനാ പോയത്? വെറുതെ അവളെ കാണാൻ. നീ ആദിശേഷൻ്റെ ജോലി റിസൈൻ ചെയ്ത് വീണ്ടും മിത്രയുടെ അസിസ്റ്റൻ്റായിട്ട് ജോയിൻ ചെയ്തോ? യെസ്. ഫോർ വാട്ട്? എന്താ നിന്റെ ഉദ്ദേശം? എനിക്ക് നിന്നിൽ നിന്ന് വ്യക്തമായ ഒരു ഉത്തരം വേണം. ഞാൻ
ഞാൻ വെറുതെ 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 എന്തിനാ നീ അവളുടെ അടുത്തേക്ക് ചെല്ലുന്നത്? കൗശി, നീ വെറുതെ അവൾക്ക് ഫാൾസ് ഹോപ്പ് കൊടുക്കരുത്. ഇന്നലെ വരെ റുക്കിയുമായിട്ടുള്ള മാരേജിനെ കുറിച്ച് സ്ട്രെയിറ്റ് ആയിട്ട് സംസാരിച്ചവൾ ഇന്ന് പതറുന്നു. ചോദിച്ചാൽ കൗശി എന്നെ തേടി വന്നു എന്ന് പറയുന്നു. എന്തിനാണെന്ന് ചോദിച്ചാൽ വെറുതെ. വെറുതെ എന്തിനാ നീ അവൾക്ക് ഹോപ്പ് കൊടുക്കുന്നത് കൗശി? ഈ നിമിഷം വരെ അർഹതയില്ലാത്ത 2 പുരുഷന്മാർക്ക് വേണ്ടി അവൾ ഇത്ര നാൾ കണ്ണീരൊഴുക്കിയതും ഫൈറ്റ് ചെയ്തതും, എന്നിട്ട് യാതൊരു പ്രയോജനവും ഉണ്ടായില്ല. അപ്പോൾ അവൾ മാറി ചിന്തിക്കാൻ തുടങ്ങി. അവൾ ഡിസേർവ് ചെയ്യുന്നത് എന്താണോ അത് തിരിച്ചറിഞ്ഞ് അവൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നു. അതിനെ ദയവ് ചെയ്ത് തടയരുത്. ആദ്യം നിനക്ക് അവളെ കാണുന്നത് തന്നെ കണ്ണുകടി, പിന്നെ ഇഷ്ടമാണ്, പക്ഷെ സ്വീകരിക്കാൻ കഴിയില്ല. കാരണം കൂട്ടുകാരൻ്റെ പെണ്ണ്, അവനായിട്ട് ഉപേക്ഷിച്ചാൽ സ്വീകരിക്കാം എന്നൊക്കെയായി. എന്നിട്ടിപ്പോൾ അവസാനം അവളായിട്ട് അവളുടെ വിധി തീരുമാനിച്ചപ്പോൾ അവിടെയും ചെന്നിട്ടുണ്ട്. ഈ ഡിസിഷൻ കൊണ്ട് നീ റിഗ്രറ്റ് ചെയ്യരുത്. എനിക്ക് നിന്നെ തീരെ മനസ്സിലാകുന്നില്ല കൗശി. എന്താ നിനക്ക് വേണ്ടത്? സത്യത്തിൽ എനിക്ക് കണ്ടിട്ട് എന്താ തോന്നുന്നറിയോ? നിനക്ക് നല്ല മെയിലീഗോ ഉണ്ട്. നീ അവളെ സ്നേഹിക്കാനും പോകുന്നില്ല, എന്നാൽ വേറൊരുത്തിന് അവളെ സ്നേഹിക്കാനും പാടില്ല. അവൾ ജീവിതകാലം മുഴുവൻ ഒരു ബ്ലാക്ക് വിഡോയെ പോലെ ജീവിക്കണം നിന്നെ ഓർത്ത്. പക്ഷേ അതിനവളുടെ ഗാർഡൻ എന്ന നിലയ്ക്ക് ഞാൻ സമ്മതിക്കില്ല. ഒരുപാട് വിഷമങ്ങളിലും വേദനകളിൽ നിന്നും ഞാൻ വളരെ കഷ്ടപ്പെട്ട അവൾ എന്നീ കാണുന്ന സ്റ്റേജിലേക്ക് എത്തിച്ചത്. അതിന്റെ വിഷമം നിങ്ങൾക്കാർക്കും പറഞ്ഞാൽ മനസ്സിലാകില്ല. ഇനി അവളെ വീണ്ടും പഴയതുപോലെ ആക്കാൻ ആര് ശ്രമിച്ചാലും ഞാൻ അതിനെ അനുവദിക്കില്ല. അവളെ വെറുതെ വിട്ടേക്ക്. അതല്ല, നിനക്ക് അവളെ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പാത്തും പതുങ്ങിയുള്ള ഗെയിം പറ്റില്ല. ശങ്കറപ്പോടെ ഈ ലോകത്തോട് പറയണം മിത്ര എന്റെ പെണ്ണാണെന്ന്. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് റുക്കിയോടെങ്കിലും പറയണം. അതിനുള്ള ധൈര്യമുണ്ടോ നിനക്ക്? നീ എന്ന് പറഞ്ഞില്ലേ കൂട്ടുകാരനെ ഉപേക്ഷിച്ചാൽ ഞാൻ എടുത്തോളാമെന്ന്. അത് വേണ്ട. നിനക്ക് അവളെ വേണമെങ്കിൽ ഇനി വില്ല് വിളിച്ചേ പറ്റൂ. മനസ്സിലായില്ലേ? റുക്കിയോട് എല്ലാ സത്യങ്ങളും നീ പറയണം. ഇനി എന്തായാലും അവള് പറയില്ല. അത് നിനക്ക് മനസ്സിലായി കാണുമല്ലോ ഇന്നലത്തെ അവളുടെ പെരുമാറ്റം നിന്ന് തന്നെ. അപ്പോ ഇനി എന്തെങ്കിലും നീ തന്നെ ചെയ്യണം. ഈ ഒരു കാര്യങ്ങൾ നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്ക്. സ്നേഹിക്കും നോക്ക് വേണ്ടി. ഇനി അതല്ല, അതിനുള്ള ഗട്ട്സ് നിനക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ ഇനി നീ അവളെ തേടി ചെല്ലരുത്. ഓഫീസിലാണെങ്കിലും ജസ്റ്റ് ആൻ എംപ്ലോയി, അത് മതി. അപ്പോ നീ എങ്ങോട്ടാ? ഡ്യൂട്ടിക്ക് ഇന്നാ ജോയിൻ ചെയ്യേണ്ടത്. ഓ, അപ്പൊ നീ ജോലിക്ക് പോകാൻ തന്നെ തീരുമാനിച്ചു? എന്നെ ധിക്കരിക്കാൻ തന്നെ തീരുമാനിച്ചു? നോ, ഞാൻ എൻ്റെ മനസ്സ് പറയുന്നത് അനുസരിക്കാൻ തീരുമാനിച്ചു. ഓ, നീ തത്വമൊക്കെ സംസാരിച്ചു തുടങ്ങി. മുതിർന്നവരെ ധിക്കരിക്കുന്നതിനൊക്കെ ഇപ്പൊ മോഡേൺ പേരാണല്ലോ. പക്ഷെ ഒരു കാര്യമുണ്ട്, നീ ജോലിക്ക് പോകുകയാണെങ്കിൽ പൊയ്ക്കോ, പക്ഷെ തിരികെ ഇവിടേക്ക് വരരുത്. ആദിശേഷ്, എന്തൊക്കെയായി പറയുന്നേ? അവൾ ഇവിടെ വരാതെ പിന്നെ എവിടെ പോവാനാ? അങ്ങനെയെങ്കിൽ അവൾ ഞാൻ പറയുന്നത് അനുസരിക്കണം. അതനുസരിപ്പിക്കാനുള്ള കഴിവ് നിനക്കുണ്ടോ? അപ്പോ മമ്മി പറയുന്നതൊന്ന് കേൾക്ക്. നീ ഇന്ന് പോകണ്ട. പിന്നെ എന്ന് പോവാനാ? അതല്ല, നീ പപ്പ പറയുന്നത് അനുസരിക്കും മോളെ. നീ ഇവിടെ നിന്ന് പോയാൽ പിന്നെ എനിക്ക് ആരാ ഉള്ളത്? മമ്മിയുടെ ഭർത്താവുണ്ടല്ലോ. അത് കവിഞ്ഞ് മമ്മിക്ക് എന്താ വേണ്ടത്? അല്ലെങ്കിൽ തന്നെ എന്നോട് പോകണ്ട വേണ്ടെന്ന് പറയും ഇതാരാ? എന്റെ അച്ഛനാണോ? വളർത്തച്ഛനല്ലേ? ഒരു വളർത്തച്ഛന് ഓവർ ഫ്രീഡം കൊടുത്തതുകൊണ്ടാ എന്റെ മേൽ ഇത്ര അധികാരം കാണിക്കുന്നേ. അപ്പോ നീ എന്തൊക്കെയാ വിളിച്ചു പറയുന്നേ? നീ ആരോടെ സംസാരിക്കുന്ന ബോധമുണ്ടോ? ഉണ്ട്, എന്റെ വളർത്തച്ഛനോട്. അല്ല എന്ന് ഈ വ്യക്തി പറയട്ടെ. ഞാൻ പപ്പ എന്നാണ് വിളിക്കുന്നതെങ്കിൽ പപ്പ എന്നെ അഡ്രസ് ചെയ്യുന്നത് വളർത്തുമകളായിട്ടാ. അങ്ങനെ ആരാ പറഞ്ഞത്? ആര് പറയണം? ഞാൻ കേട്ടതല്ലേ. അവരുടെ വലിഞ്ഞു കയറി വന്നതെന്നല്ല, ഞാൻ താലി കെട്ടി കൊണ്ടുവന്നോളാം ശ്രീദേവി. അപ്പൊ അപർണയോ?
അപർണ ആരാ? എൻ്റെ ശ്രീദേവിയുടെ മകൾ. അപ്പം ഞാൻ എൻ്റെ മകളെ പോലെ തന്നെയാണ് അപർണയെ കാണുന്നത്. മകളെ പോലെ എന്ന് പറയുന്നത് മകളെന്ന് പറയുന്നതിന് ഒരുപാട് വ്യത്യാസമുണ്ടല്ലോ. ഉണ്ടാകും, പക്ഷെ എനിക്ക് ആ വ്യത്യാസമില്ല. ഒരുപക്ഷെ എൻ്റെ മകളെക്കാൾ എന്നെ സ്നേഹിക്കുന്നത് ഈ മകളെ പോലെയുള്ളവർ തന്നെയാണ്. അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ മമ്മി പറയും, ഈ നിൽക്കുന്ന ആദിശേഷ് എനിക്കാരാ? അച്ഛനോ വളർത്തച്ഛനോ? ഇനി ഒരുപക്ഷെ ഇതല്ല എൻ്റെ അച്ഛനെങ്കിൽ പിന്നെ ആരാ? ഇനഫ്, മതിയാക്ക് മമ്മിയുടെ മകളുടെ നാടകം. പറ, ആരാ നിനക്ക് ഈ ചോദ്യങ്ങൾ എഴുതി തയ്യാറാക്കി തന്നത്? നിന്റെ ഈ മമ്മിയാണോ? ഞാൻ ഞാനാണ് അവൾക്ക് ഇവിടെ ചോദിക്കാനുള്ള ചോദ്യങ്ങൾ തയ്യാറാക്കി കൊടുത്തത്. അതവൾ കൃത്യമായി ചോദിക്കുകയും ചെയ്തു. ഇനി ഉത്തരം അത് നിങ്ങളാണ് കൊടുക്കേണ്ടത്. എത്ര നാളെന്ന് വെച്ചാൽ നിങ്ങൾ രണ്ടുപേരെയും നാടകം കളിക്കും. അവഹിതത്തിലൊരു കുഞ്ഞിനെ ഉണ്ടാക്കിയിട്ട് അത് മറ്റാരുടെയോ കുഞ്ഞാണെന്ന് പറഞ്ഞ് സ്വന്തം അച്ഛൻ തന്നെ വളർത്തുന്നത് ഇത് കടന്ന കയ്യല്ലേ മിസ്റ്റർ ആദിശേഷ്? അതുപോലെ നിങ്ങൾ സ്വന്തം അച്ഛനെ ചൂണ്ടിക്കാട്ടി മകളോട് ഇതാണ് നിന്റെ വളർത്തച്ഛൻ എന്ന് പറയുന്നത് കുറച്ച് കടുപ്പമാണ്. മിത്ര, ഇത് ഞങ്ങളുടെ കുടുംബ പ്രശ്നമാണ്. നീ അത് തലയിടണ്ട. ഞങ്ങളുടെ കുടുംബം എന്റെ കുടുംബത്തിനെ ഇല്ലാതാക്കിയിട്ട് നിങ്ങളുടെ കുടുംബം ഉണ്ടാക്കിയെന്നുള്ള കാര്യം മറക്കണ്ട. ഞാനിപ്പോൾ ഇവിടെ വന്നത് ആരുടെ കുടുംബത്തിൽ തലയിടാനില്ല. എൻ്റെ അനുജത്തിക്കൊരു പ്രശ്നം വന്നു. അതിന് അവൾ എന്നെ സഹായിക്കാൻ ആരുമില്ല, ചേച്ചിയുടെ ഹെൽപ്പ് വേണമെന്ന് ചോദിച്ചു. ഞാൻ വന്നു. പിന്നെ ആസ് എ ബ്ലഡ് സിസ്റ്റർ ഞാൻ പറയുന്നു, അവൾക്ക് ഈ വീട്ടിലിരുന്നു കൊണ്ട് അവൾക്ക് ഇഷ്ടമുള്ള കരിയർ, പ്രൊഫഷൻ, പാർട്ട്ണർ തിരഞ്ഞെടുക്കാം. അതല്ല അവളുടെ ഇഷ്ടത്തിന് ഈ വീട്ടിൽ ജീവിക്കാൻ അനുവാദമില്ലെങ്കിൽ സാരമില്ല, അവളെ ഞാൻ കൊണ്ടുപോയിക്കോളാം. എന്തു പറയുന്നു മിസ്റ്റർ ആൻഡ് മിസ്സസ് ആദിശേഷ്? നീ കൊണ്ടുപോയിക്കോളാന്നോ? അത് നീ മാത്രം പറഞ്ഞാൽ മതിയോ? അവളും കൂടി വരണ്ടേ? അവൾ വരും. വരില്ലേ? അപ്പോ എനിക്ക് ഈ വീട്ടിൽ നിന്ന് കിട്ടേണ്ട ബേസിക് ഫ്രീഡം കിട്ടിയില്ലെങ്കിൽ ഞാൻ കിട്ടുന്നിടത്ത് പോകും. ദാറ്റ്സ് ഇറ്റ്. ആദിശേഷ് എന്തായാലും അപ്പുവിനെ മിത്രയോടൊപ്പം വിടില്ല എന്ന് മിത്രയ്ക്ക് നല്ലതുപോലെ അറിയാം. അയാൾ ഇത്തിരി അയഞ്ഞു കൊടുത്തില്ലെങ്കിൽ മിത്ര അത് മുതലെടുക്കുമെന്ന് അയാൾക്കറിയാം. അതുകൊണ്ട് അയാൾക്ക് സമ്മതിക്കാതെ വേറെ വഴിയില്ല. ഓക്കെ, ഈ വീട്ടിൽ നിനക്ക് കിട്ടാത്ത സ്വാതന്ത്ര്യം തേടി നീ വേറെ കൊടുത്തും പോകേണ്ട കാര്യമില്ല. നിന്നെയും കൂടി ഇവിടുന്ന് പുറത്ത് ചാടിക്കാനാ പലരും ശ്രമിക്കുന്നത്. അത് ഞാൻ സമ്മതിക്കില്ല. നിനക്കിപ്പോൾ എന്ത് വേണം? ജോലിക്ക് പോകണം, പൊയ്ക്കോ. നിനക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്തോ. പക്ഷേ നാളെ എപ്പോഴെങ്കിലും ഈ കമ്പനിയുടെ എന്തെങ്കിലും ഒരു ചുമതല ഏറ്റെടുക്കേണ്ടി വന്നാൽ അത് നീ ഏറ്റെടുക്കണം. കാരണം നിന്നെ ഈ കമ്പനിയിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കി മൊത്തം ഉത്തരവാദിത്വം ഏറ്റെടുക്കാനാണ് ചില ശ്രമിക്കുന്നത്. അത് നിനക്കിപ്പോൾ പറഞ്ഞാൽ മനസ്സിലാകില്ല. എന്തായാലും നീ അതിൻ്റെ പേരിൽ പുറത്തൊന്നും പോകണ്ട. നിനക്ക് ഇവിടെ തന്നെ ജോലിക്ക് പോകാം. ഓക്കെ, എൻ്റെ ജോലി കഴിഞ്ഞു. ഇപ്പോൾ ഹാപ്പി അല്ലേ അപർണ? ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. ഈ ചേച്ചി ഇവിടെ ഉണ്ടാകും. ഓക്കെ ഓക്കെ ചേച്ചി. അവൾ ആദിശേഷനെ ഒന്ന് നോക്കിയിട്ട് അവിടെ നിന്ന് പോയി. ഒരു തിരക്കുള്ള ബാറിലേക്ക് ആരെയെ തിരക്കി വരികയായിരുന്നു റിക്കി. അന്വേഷിച്ച് അവൻ എത്തിയത് കൗശിയുടെ മുന്നിൽ. അവിടെ ഓൾമോസ്റ്റ് കിക്കായിരിക്കുന്ന കൗശിയാണ് അവൻ കണ്ടത്. എന്താ ഇത്? നീ വെള്ളമടിക്കാനൊക്കെ തുടങ്ങിയോ? എന്തോ ചേടാ? നീ ഇരിക്ക്, എനിക്ക് പോണം, പോയിട്ട് ജോലിയുണ്ട്. നീ വന്നേ. എടാ, എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കണം. അതിനാ നിന്നോട് ഇവിടേക്ക് വരാൻ പറഞ്ഞത്.
എന്താ? നീ ഇരിക്കുക. റിക്കി കൗശിയുടെ അടുത്തിരുന്നു. എന്താ നിന്റെ പ്രശ്നം? ഇങ്ങനെ മൂക്കുമുട്ട വെള്ളടിക്കാൻ മാത്രം ഇവിടെ എന്താ സംഭവിച്ചേ? ഇങ്ങനെ കുറെ വേണ്ടാത്ത ശീലങ്ങൾ. പൊതുവെ ബാംഗ്ലൂരിലേക്ക് വരുന്നവർക്ക് വലിയും കൂടിയൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് വരുമെന്നൊരു പഴമൊഴിയുണ്ട്. അത് യാഥാർത്ഥ്യമാക്കാൻ പോവാണോ? ഇല്ല, ചില യാഥാർത്ഥ്യങ്ങൾ നിന്നോട് പറയാൻ വേണ്ടിട്ടാ ഞാനിപ്പോ ഇതിനെ കൂടെ കൂട്ടിയത്. എന്ത് കാര്യം? റിക്കി, ഞാനിപ്പോ പറയാൻ പോകുന്ന കാര്യം നീ എങ്ങനെ ഉൾക്കൊള്ളും, എങ്ങനെ റിയാക്ട് ചെയ്യും എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇനിയെങ്കിലും ഞാൻ പറയണം. എടാ, നീ ഓവർ ഇൻട്രഡക്ഷൻ ഇട്ട് സമയം കളയാതെ കാര്യം പറ. അങ്ങനെ എടുത്തോ പിടിച്ചോന്ന് എനിക്ക് പറയാൻ പറ്റില്ലടാ. അങ്ങനെ പറയാൻ കഴിയായിരുന്നെങ്കിൽ ഞാനത് എപ്പോഴും നിന്നോട് പറഞ്ഞേനെ. ഓക്കെ, ശരി, പറയും. എന്താ നിനക്ക് പറയാനുള്ളത്? എടാ, നിന്നെ പരിചയപ്പെട്ടത് മുതൽ ഈ നിമിഷം വരെയും നിന്നെ വേദനിപ്പിക്കണമെന്നോ വിഷമിപ്പിക്കണമെന്നോ വഞ്ചിക്കണമെന്നോ ഞാൻ ഇതുവരെയും ആഗ്രഹിച്ചിട്ടില്ല. അതുപോലെ നിന്നോട് ഞാൻ ഇതുവരെയും ഒരു കാര്യവും ആവശ്യപ്പെട്ടിട്ടുമില്ല. പക്ഷേ ഇപ്പൊ എനിക്കൊരു പൊരുൾ വേണം. ഞാൻ ആഗ്രഹിച്ച ഒരു സാധനം അത് നിന്റെ കയ്യിലുണ്ട്. നീ എനിക്ക് തന്നെ അത് തിരികെ തരണം. എന്ത് സാധനം? നിന്റെ അടുത്ത് ഞാനൊരു സാധനം വാങ്ങിയില്ലല്ലോ. അതിന് വാങ്ങിയതല്ല, നീ എടുത്തതാ. എന്ത്? അത് പറയാൻ തുടങ്ങിയത് പെട്ടെന്ന് റിക്കിയുടെ ഫോൺ റിങ് ചെയ്തു. എടാ, ഒരു മിനിറ്റ്. ഹലോ. ഹലോ പപ്പ. എന്താ? എന്തു പറ്റി? ഞാനിപ്പോ വരാം. ഓക്കെ പപ്പ, ഓക്കെ. എടാ, മമ്മി സ്റ്റെയറിന്ന് വീണെന്നടാ. ഹോസ്പിറ്റലിൽ കൊണ്ടുപോത്രേ. ഞാൻ പോയിട്ട് വരാം. കൗശി എന്തെങ്കിലും പറയുന്നതിന് മുന്നേ റിക്കി അവിടെ നിന്ന് എഴുന്നേറ്റു. എടാ, നിനക്ക് എന്താ വേണ്ടെന്ന് വെച്ചാ എന്നെ നീ വാട്സാപ്പിൽ ഒരു മെസ്സേജ് ഇട്ടേക്കും. ഞാൻ കൊണ്ടുതരാം. ഓക്കെ, ഇപ്പൊ ഞാൻ പോവുക. അവിടെ എത്തിയിട്ട് വിളിക്കാം എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോയി. അവന്റെ ഇന്നത്തെ ശ്രമവും പാഴായി. അതിന്റെ ഒരു നിരാശ അവനുണ്ടായിരുന്നു. അവൻ വീണ്ടും മദ്യം ഓർഡർ ചെയ്ത് വീണ്ടും അവിടെ നിന്ന് കുടിക്കാൻ തുടങ്ങി. അങ്ങനെ പറഞ്ഞു അങ്കിൾ. പിന്നെ എല്ലാ ഭാരവും ഉത്തരവാദിത്വം നിന്റെ തലയിൽ വെച്ച് തന്നിട്ട് അവന് ഫ്രീ ആയിട്ട് നടക്കാമെന്നാണോ? അവൻ ഇതിനു മുമ്പ് എന്നോട് എന്താ പറഞ്ഞെന്നറിയാമോ? റിക്കി ഉപേക്ഷിച്ച അവൻ നിന്നെ സ്വീകരിച്ചോളാമെന്ന്. എന്താ, നീ എന്തെങ്കിലും പാഴ്വസ്തുവാണോ ആരെങ്കിലും കളയുമ്പോ എടുക്കാൻ? ഇനി അവന് നിന്നെ വേണമെങ്കിൽ അതിന്റെ എഫർട്ട് അവ ഇടണം. പോട്ടെ അങ്കിൾ, അവന് ചിലപ്പോൾ അതിനുള്ള ധൈര്യം കാണില്ല. എന്ത് പ്രശ്നം വന്നാലും അത് നെഞ്ചും വിരിച്ച് നേരിടാൻ എല്ലാ ആണുങ്ങളും ഹൾക്കോ അയൺമാനോ ഒന്നും അല്ലല്ലോ. അവനെ പ്രശ്നങ്ങളെ നേരിടാനുള്ള ഭയം ഉണ്ടാവും. ബട്ട് അത് സാരമില്ല, ഞാൻ വെയിറ്റ് ചെയ്തോളാം. എന്തായാലും ഞാൻ ഈ പറഞ്ഞതിന് എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ നോക്കാം. പെട്ടെന്ന് മിത്രയുടെ ഫോണിൽ മറ്റൊരു കോൾ വന്നു. അങ്കിൾ, എന്നെ ആരോ വിളിക്കുന്നുണ്ട്. നേരത്തെ ഈ കോൾ വന്നായിരുന്നു. ആണോ? അപ്പൊ നീ അത് അറ്റൻഡ് ചെയ്യ്. ഞാൻ നിന്നെ നാളെ വിളിക്കാം. ഓക്കെ അങ്കിൾ, ഗുഡ് നൈറ്റ്. അവൾ ആ കോൾ കട്ട് ചെയ്തിട്ട് അവൾക്ക് വന്ന ആ കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ. അതെ. എപ്പോ? എവിടെ? ഓക്കെ, നിങ്ങൾ വെയിറ്റ് ചെയ്യും. ഞാൻ വരുന്നത് വരെ അയാൾ അവിടെ ഒന്ന് പോകാൻ അനുവദിക്കരുത്. ഓക്കെ, ഞാനിതാ വരുന്നു എന്നും പറഞ്ഞാൽ കോൾ കട്ട് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് കാറിന്റെ കീ എടുത്തിറങ്ങി.